എല്ലാ വണ്ടികൾക്കും ഫാസ്ടാഗ് നിർബന്ധമാണോ? എത്ര രൂപ മിനിമം ബാലൻസ് ഉണ്ടാകണം? ഫാസ്ടാഗ് ക്ലോസ് ചെയ്താൽ ബാലൻസ് ക്യാഷ് തിരികെ കിട്ടുമോ? ഫാസ്ടാഗ് എവിടെ നിന്നും കിട്ടും? ഫാസ്ടാഗ് ദൂരയാത്ര പോകുന്നവർക്ക് മാത്രം പോരെ എന്നിങ്ങനെ ധാരാളം സംശയങ്ങൾ നമുക്കെല്ലാവർക്കുമുണ്ട്. ഫാസ്ടാഗിനെ കുറിച്ച് അറിയേണ്ടതെല്ലാം ഇവിടെയുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായാൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുമല്ലോ. ഫാസ്ടാഗിനെ കുറിച്ച് നമുക്കുണ്ടാകുന്ന സംശയങ്ങളും അവയ്ക്കുള്ള മറുപടിയുമാണ് ഈ വീഡിയോയിലൂടെ തരുന്നത്. ഫാസ്ടാഗ് എടുക്കുന്നതിന് എത്ര രൂപ ചെലവ് വരും? ഫാസ്ടാഗ് ഇഷ്യൂ ചെയ്യുന്ന ബാങ്കുകളും വാഹനങ്ങളുടെ കാറ്റഗറിയും അനുസരിച്ച് ഇത് വ്യത്യാസപ്പെട്ടിരിക്കാം. എന്നാലും 500 മുതൽ 1000 രൂപ വരെ ഈടാക്കുന്നതാണ്. 2. ഫാസ്ടാഗ് ആർക്കൊക്കെ എടുക്കാം? RC ഓണറിൻ്റെ പേരിലുള്ള മൊബൈൽ നമ്പർ ലിങ്ക്ഡ് ആധാർ ഉള്ളവർക്ക് എടുക്കാം. 3. ഫാസ്ടാഗ് എടുക്കുന്നതിനുള്ള രേഖകൾ ഏതൊക്കെയാണ്? വാഹനത്തിൻ്റെ RC, പാൻ കാർഡ്, മൊബൈൽ നമ്പർ, വണ്ടിയുടെ വശങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള ഫോട്ടോസ്. ഫാസ്ടാഗ് ലിങ്ക് ചെയ്യാൻ ഡ്രൈവറിൻ്റെ മൊബൈൽ നമ്പർ മതിയോ? പോരാ, RC ഓണറിൻ്റെ ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പർ തന്നെ വേണം. 5. ഫാസ്ടാഗ് ആക്റ്റീവ് ആകാൻ എത്ര ദിവസം വേണ്ടിവരും? രേഖകളെല്ലാം കറക്റ്റാണെങ്കിൽ 10 മുതൽ 30 മിനിറ്റ് വരെ മതിയാകും. 6. ബാങ്ക് തന്നിരിക്കുന്ന ഫാസ്ടാഗ് എങ്ങനെ ക്ലോസ് ചെയ്യാം? അതായത് ബാങ്കുമായി ബന്ധപ്പെട്ടാൽ ക്ലോസ് ചെയ്യുന്ന പ്രൊസീജിയർക്ക് ശേഷം നമ്മളുടെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് ബാലൻസ് ഉള്ള തുക റീഫണ്ട് ചെയ്യുന്നതാണ്. 7. എല്ലാ വാഹനങ്ങൾക്കും ഫാസ്ടാഗ് നിർബന്ധമാണോ? അതെ, 4 വീലുകൾ മുതലുള്ള എല്ലാ വാഹനങ്ങൾക്കും ഫാസ്ടാഗ് നിർബന്ധമാണ്. 8. ഫാസ്ടാഗ് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് എത്ര ഉണ്ടായിരിക്കണം? മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ മിനിമം ബാലൻസ് ഇല്ല എന്ന് കാണിച്ചുകൊണ്ടുള്ള മെസ്സേജ് നമുക്ക് വന്നുകൊണ്ടിരിക്കും. ഏകദേശം 150 രൂപയ്ക്ക് മുകളിലേക്കുള്ള ഒരു തുക മിനിമം ബാലൻസ് ആയിട്ട് ഇടണം. കേരളത്തിൽ മുഴുവനായിട്ട് 11 ടോൾ പ്ലാസകളുണ്ട്. ഫാസ്ടാഗ് ഇഷ്യൂ ചെയ്യുന്നത് നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ ടെക്നോളജി പ്രയോജനപ്പെടുത്തിയാണ് ഈ ക്യാഷ്ലെസ് ടോൾ പേയ്മെൻറ്റ് സാധ്യമാക്കുന്നത്. 9. ഫാസ്ടാഗ് നമുക്ക് എവിടെ നിന്ന് ലഭ്യമാകും? NETCയിൽ മെമ്പറായിട്ടുള്ള ബാങ്കുകൾ മുഖേനയോ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയോ ഓതറൈസ്ഡ് സെയിൽസ് പോയിൻ്റ് വഴിയോ നമുക്ക് ഫാസ്ടാഗ് നേടാവുന്നതാണ്. ഫാസ്ടാഗ് ഇല്ലാതെ യാത്ര ചെയ്താൽ ടോൾ ഗേറ്റിൽ അമിത ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരുന്നതുകൊണ്ട് ഫാസ്ടാഗ് നിർബന്ധമായും എടുക്കേണ്ടതാണ്. ഫാസ്ടാഗിനെ കുറിച്ചുള്ള ചെറിയ ചെറിയ സംശയങ്ങളും അതിൻ്റെ മറുപടിയും ഈ വീഡിയോയിലൂടെ തരാൻ സാധിച്ചിട്ടുണ്ട് എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്ക് തീർച്ചയായും ഷെയർ ചെയ്യുമല്ലോ.